അതുകൊണ്ട് അസ്റായിലെ മുമ്പിൽ വരുമ്പോഴല്ല നന്നാവാൻ ശ്രമിക്കേണ്ടത്, അതിനു മുമ്പേ നമ്മൾ നന്നാവണം, അതിനു മുമ്പേ നമ്മൾ നന്നാവണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, മാ യദമല്ലി മാ ബൈന ലിഹൈഹി വമാ ബൈന ഫഖദൈഹി അഗ്മലഹുൽ ജന്ന. ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് നമുക്കൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ മനുഷ്യന്മാർ തരുന്ന ഗീവേ അല്ല, ആർക്കെങ്കിലും ഒരാൾ കൊടുക്കുന്ന ആ ഗീവേ കൊടുത്ത സാധനമല്ല. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് നൽകിയ ഗീവേ എന്താണ്? അതിന് ചെയ്യേണ്ട 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, 2 കണ്ടീഷൻ മാത്രം. അതും ആരും അറിയാത്ത 2 കണ്ടീഷൻ. എന്താണ് ആ കണ്ടീഷൻ? മാ ബൈന ലിഹൈഹി വമാ ബൈന ഫഖദൈഹി അഗ്മലഹുൽ ജന്ന. 2 താടികളിന്റെ ഇടയിലുള്ള ഒരു അവയവമുണ്ട്, 2 തുടകളുടെ ഇടയിലുമുള്ള അവയവമുണ്ട്. ഈ 2 അവയവത്തിനെ ആര് സൂക്ഷിക്കുന്നുണ്ടോ, ആ അവയവത്തിന് ആര് സൂക്ഷിക്കുന്നുണ്ടോ, എന്നാൽ അവന് ഞാൻ സ്വർഗം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. തുടയുടെ ഇടയിലുള്ള ആ അവയവത്തിനെയും നമ്മളെ ഗുഹ്യ സ്ഥാനത്തിനെയും ഈ 2 താടിയല്ലിന്റെ ഇടയിലുള്ള ഈ അവയവത്തിനെയും ആർക്ക് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാങ്ങിത്തരാമെന്ന് ഈ ലോകത്ത് കളവില്ലാത്ത, കളവിന് ലാഞ്ചന പോലും വരാത്ത കാര്യം പറഞ്ഞ ലോകത്ത് 140 കോടിയിലേക്ക് വരുന്ന മുസൽമാന്റെ ചക്കിലച്ചോറയായ ജീവന്റെ തുടുപ്പായ കരളിന്റെ കാതലായ റഹ്മത്തുൽ ആലമീൻ മദീനയുടെ രാജാവേ, മാലോകരുടെ നേതാവേ, സയ്യിദുൽ കൈനാൻ മുഹമ്മദുർ റസൂൽ സലാത്തു അലൻ നബി. ഈ ഗീവയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറുണ്ടോ? നിബിധങ്ങൾ നൽകിയ ഈ ഓഫർ, ഇത് സ്വീകരിക്കാൻ ആര് തയ്യാറുണ്ട്? ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു ഈ 2 കാര്യം. അപ്പം നാവ് അത്രയും ഗൗരവമാണ്. നാവിന് അല്ലാഹ് കൊടുത്ത മറ ഒരുപാട് മറയാണ്. ഗുഹ്യസ്ഥാനത്ത് അല്ലാഹ് 2 തുടകളുടെ മറ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനേക്കാളും ഗൗരവം ഇതിനുണ്ട്. ഇത് 2ഉം ഗൗരവമാണ്. ഒരു മനുഷ്യൻ മോശമാകുന്ന 2 അവയവങ്ങളാണ് നാവും അവന്റെ ഗുഹ്യസ്ഥാനം. ഇത് നിങ്ങളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുമോ? നിങ്ങൾ വിജയിക്കും. അല്ലാഹുവിന്റെ റസൂൽ നൽകിയ ഈ ഗീവയെ ഏറ്റെടുക്കാൻ നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഗീവകൾ ഫോളോ ചെയ്യാനും ലൈക്ക് കൊടുക്കാനും നമ്മൾ കാണിക്കുന്ന ആവശ്യത്തോടെ ഉസ്താദേ ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ ഈ നാവ് കൊണ്ട് എന്നെ ഒരൊറ്റ മുഅ്മിനെ, ഒരൊറ്റ മനുഷ്യനെയും ഞാൻ മോശത്തരം പറയൂല. അവനില്ലാത്തതോ ഉള്ളതാവട്ടെ, അവൻ ഇഷ്ടപ്പെടാത്തതോ അവൻ ഇഷ്ടപ്പെട്ടതോ ഒരൊറ്റ കാര്യം അവനുമായി ബന്ധപ്പെട്ടത് ഞാൻ അവഹേളിക്കൂല, പറയൂല, ചീത്ത വിളിക്കൂല. ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്റെ ഗുഹ്യസ്ഥാനം കൊണ്ട് ഹലാലല്ലാത്ത മാർഗത്തിൽ കൂടെ, മോശമായ രീതിയിൽ കൂടെ ഞാൻ ഒരിക്കലും ചെലവഴിക്കൂല, അങ്ങോട്ട് ഞാൻ പോകൂല എന്ന് എന്റെ ഉസ്താദേ ഞാൻ ഏറ്റെടുക്കുകയാണ്. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഈ ഓഫർ ഞാൻ ഏറ്റെടുക്കുകയാണ്. നെഞ്ചിൽ കൈവച്ചു പറയും മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ പള്ളി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളും ഞാൻ നിങ്ങളും സംസാരിച്ചത്. ഈ ഇൻഷാ അല്ലാഹ് വീട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജറാഹാത്തി സിനാനി ലഹാത്തി ആമോ വലാ യൽതാമു മാ ജറഹൽ ലിസാനോ. ഒരു കവി എപ്പോഴോ പാടി വെച്ചു, ജറാഹാത്തി സിനാനി
ലഹാ തിആമു ജറഹാത്തിസ്നാൻ കുന്തം കൊണ്ട് അല്ലെങ്കിൽ വടി കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് ഉണ്ടായ മുറിവുണ്ടല്ലോ ലഹാ തിആമു അത് കുറച്ച് തുന്നി വെച്ചാൽ തുന്നി കെട്ടിവെച്ചാൽ അത് ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അതെന്തായി പോകും അത് മാറിപ്പോകും അത് ഉണങ്ങി കരിഞ്ഞു പോകും പക്ഷേ നിന്റെ നാവ് കൊണ്ട് നീ ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ മോശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മരിച്ചാൽ പോലും പോകില്ല ആ മുറിവ് മാറില്ല അതുകൊണ്ടാണ് ഗൗരവമാണ് മരിച്ചാൽ പോരാ മുറിവ് മാറിപ്പോകില്ല പറ്റോ മാറ്റിക്കളയാൻ ആ ആക്കളെ പറ്റി അങ്ങനെ പറയാം ഇല്ലല്ലോ അത് കേൾക്കാനും ഇല്ലല്ലോ അപ്പൊ നാവ് കൊണ്ട് ഒരാൾക്ക് നിങ്ങൾ മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് അത് ഓപ്പറേഷൻ ചെയ്യാൻ സർജൻ ചെയ്യാൻ ഈ ലോകത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഇല്ല ഒന്നിനും സാധ്യമല്ല ഈ ദുനിയാവിൽ പുറത്ത് കാണുന്ന നമ്മുടെ ഈ മുറിവ് കത്തി കൊണ്ടും അതുകൊണ്ട് വടികൾ കൊണ്ടും കുന്തം കൊണ്ടുള്ള മുറിവ് അതങ്ങ് മാഞ്ഞുപോ നാവ് കൊണ്ട് പറഞ്ഞത് അത് മുറിവേൽപ്പിച്ചാൽ അത് മാഞ്ഞുപോകൂല മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഒരാളെയും നമ്മൾ പറയാൻ പോകണ്ട നാളെ മരിക്കുമ്പോൾ കലിമ ചൊല്ലണ്ടേ നമുക്ക് ഒച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കട്ടെ കലിമ ചൊല്ലി മരിക്കട്ടെ ആ മലക്ക് വന്ന് ചോദിക്കുമ്പോ ഈ നാവ് നിന്നെ കൊണ്ട് പൊക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു സഹാബി വഫാത്താവുന്നു അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം ഒരു സഹാബി വഫാത്താവുകയാണ് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കടന്നു പോകുന്നു അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുന്ന സമയത്ത് അങ്ങോട്ടകത്തേക്ക് കടന്നു പോകുമ്പോൾ ആ സഹാബിയുടെ അവസ്ഥ കണ്ടപ്പോൾ വല്ലാതെ വേദന തോന്നി കാരണം മരണത്തിന്റെ വേദന കൊണ്ട് ഇങ്ങനെ വിഷമിക്കുന്നു ഇത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആരോട് പറയുന്നു അസ്റായീലിനോട് അതുകൊണ്ട് തന്നെയാണ് റസൂൽ ആണ് യാഖൂത്ത് ഹജറുൻ ലാഖൽ ഹജരി യാഖൂത്ത് എന്ന് പറയുന്ന കല്ല് അത് സാധാരണ കല്ല് പക്ഷെ കല്ലുകൾ പലവിധം ഉണ്ടാകും യാഖൂത്ത് അത് സാധാരണ കല്ല് അത് വലിയ വിലയുള്ള കല്ലാണ് അതുകൊണ്ട് മനുഷ്യന്മാര് എല്ലാവരും മനുഷ്യരാണ് അല്ലാഹുവിന്റെ റസൂലും മനുഷ്യരാണ് പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സാധാരണ ഒരു മനുഷ്യനല്ല അതുകൊണ്ട് തന്നെയാണ് ആ സദസ്സിൽ പോയപ്പോൾ അസ്റായീലിനെ കണ്ടു അസ്റായീലിനോട് പറയുന്നു യാ അസ്റായീൽ റഫിക ബിസ്സാഹിബിഹി അസ്റായീലേ ഇതെന്റെ കൂട്ടുകാരനാണ് ഇതെന്റെ വീട്ടുകാരനാണ് അതുകൊണ്ട് നീ പതുക്കെ വേദന കുറച്ച് മയം കുറച്ചൊന്ന് പിടിക്കണേ അസ്റായീൽ അസ്റായീൽ പറഞ്ഞു യാ റസൂലല്ലാഹ് വഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ് അവിടെ എന്ന് പറയുന്നു അസ്റായീൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് യാ റസൂലല്ലാഹ് ഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ് നബിയേ ഞാൻ എല്ലാ മുഅ്മിനീങ്ങളെയും വളരെ മധ്യത്തിലായിരിക്കും വേദന കുറച്ചായിരിക്കും ഞാൻ പിടിക്കുന്നത് എല്ലാ മുഅ്മിനീങ്ങളും എന്റെ കൂട്ടുകാരാണ് എങ്ങനെ മുഅ്മിനീങ്ങളെ തിരിച്ചറിയും അസ്റായീൽ എങ്ങനെ മുഅ്മിനീങ്ങളെ തിരിച്ചറിയും അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അൽ അഹ്ലുല്ലദീ ബൈനനാ വ ബൈനസ് സ്വലാഹ് മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിം മുഅ്മിൻ ആരായിരിക്കും നിസ്കരിക്കും മറ്റാള് നിസ്കരിക്കൂല ഇതേ ഉള്ള വ്യത്യാസം മുഅ്മിൻ നിസ്കരിക്കും മറ്റാള് നിസ്കരിക്കൂല നമ്മളിലുണ്ടല്ലോ നിസ്കരിക്കാത്തവർ അവർ ആരല്ല മുഅ്മിനല്ല മുസ്ലിം ആയിരിക്കും പേരുണ്ട്
പക്ഷെ മുഅ്മിനല്ല. മുഅ്മിനാണോ അവൻ നിസ്കരിക്കും, അവൻ മറ്റേത് പേരുകൊണ്ട് മുസ്ലിം ആയിരിക്കാം, പക്ഷെ മുഅ്മിനല്ല. അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. ഈ അസ്രായേൽ പറയുകയാണ്, ഞാൻ മുഅ്മിനീങ്ങളെ എല്ലാവരുടെ റൂഹും പിടിക്കുന്നത് പതുക്കെയാണ് നബിയേ. വഇന്നി അതസഫഹു കുല്ല യൗമിൻ 5 എല്ലാ ദിവസവും 5 പ്രാവശ്യം ഈ മുഅ്മിനീങ്ങളുടെ കൈ മുസാഫഹത്ത് ചെയ്യുന്നു. അസ്രായേൽ എല്ലാ ദിവസവും 5 നേരം എന്ന് പറഞ്ഞാൽ ഓരോ നിസ്കാരം കഴിയുമ്പോഴും അസ്രായേൽ വന്ന് നമ്മളെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അസ്രായേൽ വന്ന് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു. സുബൈക്ക് വന്നാൽ ദുഹറിന് വരുന്നു, അസ്റിന് വരുന്നു. ഇങ്ങനെ മുസാഫഹത്ത് ചെയ്ത് മരിക്കുന്ന സമയത്ത് അറിയുകയാണ് ഇവൻ മുഅ്മിനാണ്. ഈ മുസാഫഹത്ത് കൊണ്ട് തിരിച്ചറിയുക മുഅ്മിനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മുഴുവൻ മുഅ്മിനീങ്ങളെ റൂഹ് പിടിക്കുമ്പോഴും വേദന കുറച്ചേ ഞാൻ പിടിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, കഴിഞ്ഞില്ല ഉമ്മ. അസ്രായീൽ നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മരണസമയത്ത് അവന്റെ റൂഹ് പിടിക്കുന്നത് വേദന കുറച്ചാണെങ്കിൽ മാത്രമല്ല, അവന്റെ ചെവിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവന്റെ ചെവിയിലേക്ക് തൽക്കീന് പറഞ്ഞു കൊടുക്കുന്നു, കലിമ പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നുവെച്ചാൽ അസ്രായേൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നു. എന്താ വഴി? നിസ്കരിക്കണം. നിസ്കരിച്ചാൽ മാത്രം പോലെ, പിന്നെ നാവ് കൊണ്ട് ഒരൊറ്റ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല? മോശമാകുന്ന ഒരൊറ്റ കാര്യവും പറയാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പുറത്തോട്ട് പോകുമ്പോൾ പല്ലൊക്കെ എന്ത് ചെയ്യണം? നല്ലതുപോലെ കിടന്നുറങ്ങുമ്പോൾ പല്ല് കുത്തിക്കൊടുക്കും. അപ്പൊ കഴിച്ചില്ലെങ്കിൽ റസൂൽ പറഞ്ഞ പോലെ എല്ലാ പല്ലും കുത്തി, അതായത് ആരെങ്കിലൊക്കെ പറഞ്ഞു പോട്ടെങ്കിൽ പോട്ടെ, ഇതോടൊന്നും അവസാനിക്കട്ടെ. അല്ലാഹു പുറത്തിരണേ റബ്ബേ, അറിയാതെ പറഞ്ഞു പോയതാണ്, പുറത്തിരണേ അല്ലാഹ്. അതുകൊണ്ട് നാവ് കൊണ്ട് നമുക്ക് വേണ്ടത് നരകമാണോ സ്വർഗമാണോ? മുഅ്മിനീങ്ങളെ പറയും, മുത്തുമുഅ്മിനീങ്ങളെ പറയും, നാവ് കൊണ്ട് നമുക്ക് എന്ത് വേണം? സ്വർഗം നേടണം. അതുകൊണ്ട് റസൂൽ പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ നന്നാക്കണം. നമ്മുടെ നന്മയുള്ള ജീവിതമാകണം, നന്മയുള്ള ജീവിതമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇന്നക ലാ തദ്രി ഫലഅല്ലഹു കാന യതകല്ലമു ഫീഹാ ഫീമാ ലാ യദ്രീഹി. ഇന്നക ലാ തദ്രി ഫലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യദ്രീഹി. ആവശ്യമില്ലാത്ത ഒന്നിലേക്കും ഇടപെടണ്ട. ആവശ്യമില്ലാത്ത ഒരു കാര്യം, നിനക്കറിയാത്ത ഒരു കാര്യം ഒന്നുമേ നീ പറയണ്ട, ഒന്നുമേ ചെയ്യണ്ട. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ നന്നാവണം. ഇന്നത്തെ കാലം സിസ്റ്റം മാറിപ്പോകുമ്പോൾ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സൂക്ഷിക്കണം, ഉപയോഗം സൂക്ഷിക്കണം. ഒരു മെസ്സേജ് നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് ഇന്നത് എഴുത്തിലേക്ക് മാറുന്നുണ്ട്. ആ എഴുത്ത് അവിടെ പോകുന്നുണ്ട്. ആ എഴുത്ത് ഇയാളുടെ നാവിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് പറയുന്നത് സൂക്ഷിക്കണം, ഷെയർ ചെയ്യുന്നത് സൂക്ഷിക്കണം, ലൈക്ക് കൊടുക്കുന്നത് സൂക്ഷിക്കണം, സ്റ്റാറ്റസ് വെക്കുന്നത് സൂക്ഷിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷന്റെ എല്ലാ സംവിധാനങ്ങളും തിന്മയിലേക്ക് വരുമ്പോൾ നാക്കിൽ കൊണ്ടെത്തും. അതിന്റെ ശബ്ദം കേൾക്കുന്ന പൊന്നു മുഅ്മിനീങ്ങളെ, ഫോൺ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. ലൈക്ക് കൊടുക്കേണ്ടത് ലൈക്ക് കൊടുക്കും, ഷെയർ ചെയ്യാൻ പാടുള്ളത് മാത്രമേ ഷെയർ ചെയ്യൂ, കമന്റ് ഇടാൻ പാടുള്ളത് മാത്രമേ കമന്റ് ഇടൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാം. അല്ലെങ്കിൽ നാളെ പാപ്പരായി ഒന്നുമില്ലാത്തവനായി നരകത്തിലേക്ക് നോക്കും മുഖമെല്ലാം കുത്തി അറിയപ്പെടുന്നവനായി മാറാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞു. ഇനിയും നാവിന്റെ കോശങ്ങളെ പറ്റി പറയാൻ ഒരുപാടുണ്ട്, ഹദീസുകളെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതൊന്നും സമയമില്ല. എങ്കിലും ഒരു ഏകദേശം മനസ്സിലായ നാവിന്റെ സംഭവം. അപ്പൊ ചില സാധനങ്ങൾ മനസ്സിലായില്ലേ?
അതുകൊണ്ട് നാവ് കൊണ്ട് സ്വലാത്ത്, ദിക്ർ, മൗലൂദ്, മജ്ലിസ്, ഇതൊക്കെ പറഞ്ഞാൽ മതി. പെട്ടെന്ന് എന്തെങ്കിലും സംസാരം വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ പറഞ്ഞോളി, ഇതൊക്കെ പറഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് മാറിപ്പോകും. കാരണം എന്തായാലും അവസാനം പറയേണ്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞല്ലേ നമുക്ക് മരിച്ചു പോകേണ്ടത്. അത് മരിക്കുന്ന സമയത്ത് നമ്മൾ പറയണം. നമുക്ക് പറയണം, തൗഫീഖ് നൽകണം. എങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.